ടോപ്പിക് ഉണ്ട് മൾട്ടി സ്റ്റേജ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. അപ്പം അതിനനുസരിച്ച് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനൊരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് വെച്ചിട്ടാണ് മൾട്ടി സ്റ്റേജ് ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത്. അപ്പോൾ അതിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓട്ടോമേഷൻ, അതായത് എന്താ ഡിസിഷൻ എടുക്കാൻ പോകുന്നത് ഫസി സെറ്റ് അതിൻ്റെ involved in fuzzy dynamic programming can be issued by a tuple. എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്സും സെറ്റും നമ്മുടെ ഫസി സെറ്റ്സ് ആണ്, ഇൻപുട്ട് സ്റ്റേറ്റ്സ് എന്നാണ് പറയുക. ഫസി സെറ്റ്സ് തന്നെയാണ്, പക്ഷെ അത് ഇവിടെ പറയുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്സ് ആണ്. അതിൽ സെറ്റ്സ് ഓഫ് ഇൻപുട്ട് സ്റ്റേറ്റ്സ് ആണ് എക്സും സെറ്റും. ഔട്ട്പുട്ട് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത്. അതായത് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാരണം മൾട്ടി സ്റ്റേജ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്, നമ്മുടെ ടൂറിംഗ് മെഷീനൊക്കെ പോലെ. അപ്പോൾ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ് അപ്ലൈ ചെയ്യും, അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ എക്സും സെറ്റുമാണ് ഇൻപുട്ട് സ്റ്റേറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റാണ് എ എന്ന് പറയുന്നത്. ദെൻ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് ഫങ്ഷനാണ്. സിംഗിൾ അതായത് നമ്മൾ ട്രാൻസിഷൻ ഫങ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഫങ്ഷൻ ഓഫ് എ ആണ് എഫ് എന്ന് പറയുന്നത്. അതായത് ടി എന്ന് പറയുന്ന ഒരു ടൈം, ഇറ്റ്സ് എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ്. അപ്പോൾ അടുത്ത സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെഡാണ് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റേറ്റ്. അപ്പോൾ ടി എന്ന് പറയുന്ന ടൈമിൽ സെഡാണ് സ്റ്റേറ്റ്. അപ്പം അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ സെഡ് റൈസ് ടു ടി പ്ലസ് 1 ആയിരിക്കും അടുത്ത സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എഫ് ഓഫ് സെഡ് റൈസ് ടു ടി കോമ എക്സ് റൈസ് ടു ടി. എക്സ് എന്ന് പറയുന്നതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്, ഇൻറ്റേർണൽ സ്റ്റേറ്റ്, അതായത് പ്രസൻറ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്. ടി പ്ലസ് 1 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ എഫ് ഓഫ് സെഡ് റൈസ് ടു ടി കോമ എക്സ് റൈസ് ടു ടി. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്, സെഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ് ആണ്. അത് ആ ടൈം ടിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അടുത്ത ടൈമിലാണ്. നെക്സ്റ്റ് ടൈമിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സെഡ് റൈസ് ടു ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ്, അതായത് ട്രാൻസിഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക, ഫംഗ്ഷൻ ഓഫ് പ്രസൻറ്റ് ഇൻപുട്ട്സ്. അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. പിന്നെ ഇതിൽ 2 പിക്ചർ കാണിച്ചിട്ടുണ്ട്, ക്രിസ്പ് ഓട്ടോമേഷനും അതേപോലെ ഫസിഫൈഡ് ഓട്ടോമേഷനും. വളരെ സിമ്പിളായിട്ടുള്ള പിക്ചറാണ്. നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിൽ എസ് ഉണ്ട്, 1 ടൈം സ്റ്റോറേജ്, അതായത് മെമ്മറി ഉണ്ട്. ഫസിഫൈഡ് ആകുമ്പോൾ അതിൽ സി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്രിസ്പ് ഓട്ടോമേഷൻ ആകുമ്പോൾ സെഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രം, നെക്സ്റ്റ് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സി ടി എന്ന് പറയുന്നതാണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ സി റൈസ് ടു ടി പ്ലസ് 1 ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ സി എന്ന് പറയുന്നത് ഫസി സെറ്റാണ്. അപ്പോൾ ആ ഫസി സെറ്റിൻ്റെ സി ടി എന്ന് പറയുന്നതാണ് സ്റ്റോറേജ് നമുക്ക് ആവശ്യമുണ്ട്. എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്സ്. അപ്പോൾ ആ സ്റ്റേറ്റ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ സി റൈസ് ടു ടി പ്ലസ് 1, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റാണ് നമുക്ക് കിട്ടുക. അത്രയേ ഉള്ളൂ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളൂ. അതേപോലെ ക്രിസ്പിൻ്റെയും കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫസി ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മളെങ്ങനെയാണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻപുട്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് A0, A1 അങ്ങനെ A റൈസ് ടു n-1 വരെ ഉണ്ട്. ഇൻറ്റേർണൽ സ്റ്റേറ്റാണ് സി റൈസ് ടു n എന്ന് പറയുന്നത് ഫസി. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ A റൈസ് ടു 0 ഇൻ്റർസെക്ഷൻ A റൈസ് ടു 1 അതായത് 0th ടൈമിൽ ടൈമാണ് 0, 1, 2, 3 അങ്ങനെ n എന്ന് പറഞ്ഞാൽ പോകുന്നത് ടൈമാണ്. n-1 ഇൻ്റർസെക്ഷൻ 0 റൈസ് ടു n. അപ്പോൾ അതിൽ ഈ നൊട്ടേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ സിലിണ്ടറിക് എക്സ്റ്റൻഷൻ ഓഫ് A റൈസ് ടു ടി ഫ്രം എക്സ് ടു എക്സ് റൈസ് ടു n. ഫോർ ഈച്ച് ടൈം തന്നിട്ടുണ്ട് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര n-1 and cn. Then x raised to n എന്ന് പറയുന്നത് that induces on c raised to n on z ആണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരു ഇൻപുട്ട് സീക്വൻസ് ഉണ്ട്, എക്സ് റൈസ് ടു 0, എക്സ് റൈസ് ടു 1 എന്നൊക്കെ പറയുന്നത് ഇൻപുട്ട് സീക്വൻസ് ആണ്. അപ്പോൾ ആ സീക്വൻസ് നമ്മൾ എങ്ങനെ വ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ഡി ഓഫ് എക്സ് റൈസ് ടു 0, എക്സ് റൈസ് ടു 1
എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് നമ്മുടെ കയ്യിലുള്ള രണ്ട് ഫങ്ഷൻസ്, അതായത് എ റൈസ് ടു 0 ഇൻപുട്ട് സ്റ്റേറ്റാണ് എ റൈസ് ടു 0 എന്ന് പറയുന്നത്, ഓഫ് x0, അതേപോലെ a1 ഓഫ് x1, അങ്ങനെ കോമൺ ഇട്ടിട്ട് cn ഓഫ് zn. ഇത് നമ്മുടെ ഇക്വേഷനാണ് കേട്ടോ. ഇക്വേഷൻ ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. ദെൻ ഡിസിഷൻ പ്രോബ്ലം ഇസ് ടു ഫൈൻഡ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഡിസിഷൻ എടുക്കാൻ ഇൻപുട്ട് സ്റ്റേറ്റ്സ് ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഡി ഓഫ് ഇതെന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഡി ഓഫ് ഈ സെയിം ഫങ്ഷൻ, ഇത് നമ്മൾ നേരത്തെ കിട്ടിയ വാല്യൂ അതിൻ്റെ മാക്സിമം എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഡിസിഷൻ പ്രോബ്ലത്തിൻ്റെ വാല്യൂ കിട്ടുക. ഈ പ്രിൻസിപ്പിളിനെയാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി. ഇനി ഇവിടെ ഇതും അതിൻ്റെ സൊല്യൂഷനാണ് പറയുന്നത്. ഡി ഓഫ്, അതായത് ഡിസിഷൻ ഓഫ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ് റൈസ് ടു 0, 1, എക്സെട്ര n-1 വരെയാണെങ്കിൽ നമ്മളതിനെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സ് മിൻ കോമ്പോസിഷൻ, മാക്സ് മിൻ ഓഫ് എ റൈസ് ടു 0 ഓഫ് എക്സ് റൈസ് ടു 0, അതേപോലെ എ റൈസ് ടു 1 ഓഫ് എക്സ് റൈസ് ടു 1, അങ്ങനെ ലാസ്റ്റ് കോമൺട്ടിൻ്റെ n-1 വരെ പോവും. ദെൻ സി ഓഫ് n, സി റൈസ് ടു n ഓഫ് എഫ് ഓഫ് സെഡ് റൈസ് ടു n-1, കോമ എക്സ് റൈസ് ടു n-1. അപ്പോൾ സി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും അതുപോലെ മാക്സ് മിൻ ഓഫ് എ ഓഫ് എക്സ് റൈസ് ടു 0, അങ്ങനെയാണ് അത് എഴുതുക. അപ്പോൾ ആ ഇക്വേഷനെ അവരൊന്ന് സോൾവ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. മാക്സ് മിൻ ഓഫ് ഇതേപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല, സി റൈസ് ടു n-1 ഓഫ് സെഡ് റൈസ് ടു n-1. ഇത് ഈ ഇക്വേഷൻ ഇത് നിങ്ങളതുപോലെ തന്നെ പഠിച്ചാൽ മതി. അപ്പം അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഒപ്റ്റിമൽ സീക്വൻസ് കിട്ടും. ഈ എക്സ് റൈസ് ടു 0, 1, 2 എക്സെട്ര, അതാണ് ഒപ്റ്റിമൽ സീക്വൻസ് ആയത്. അപ്പോൾ മാക്സിമൈസിങ് ദ വാല്യൂസ് എക്സ് റൈസ് ടു n-k റിസൾട്ട് സക്സസീവ്ലി ഇൻ വാല്യൂസ്. ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്, ഡിസിഷൻ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേംസ് ഇത് നിങ്ങൾ പഠിക്കാം. ഒരു എക്സാമ്പിൾ ഉണ്ട്, അപ്പോൾ ആ എക്സാമ്പിളും കൂടി പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും, അതായത് ഈ ഡെഫിനിഷൻ പറഞ്ഞ ഭാഗങ്ങൾ.